കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ സ്നേഹിക്കാത്തവര് മറ്റു പലതിലേക്കും ശ്രദ്ധ മാറും. ഞാനൊരു വാക്യം പഠിപ്പിക്കാം. ആ വാക്യം പ്രാർത്ഥിക്കണം. എന്നറിയാമോ? ലവ് വാട്ട് യു ഡു ആൻഡ് ഡു വാട്ട് യു ലവ്. ലവ് വാട്ട് യു ഡു. നീ ചെയ്യേണ്ടതിനെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നത് ചെയ്യുകയും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ചെയ്യുക. നീ ചെയ്യേണ്ട കാര്യങ്ങളെ ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. ഇനി പ്രാർത്ഥിക്കണം. അറിയാമോ? കർത്താവേ, ഇത് രണ്ടും ഒന്നായിരുന്നെങ്കിൽ എന്ത്? ഞാൻ ചെയ്യേണ്ടവ തന്നെയായിരുന്നു എൻ്റെ ഇഷ്ടങ്ങളെങ്കിൽ പിന്നെ ജീവിതം എളുപ്പമാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്ന അപകടം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും രണ്ടായി കിടക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് ചെയ്തു വെച്ചിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രേക്ക് എടുക്കും. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ കിടക്കും. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഒന്നായിരുന്നെങ്കിൽ. ഇപ്പൊ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുക, അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അത് തന്നെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിലോ പിന്നെ മടുപ്പില്ല, പിന്നെ ഫുൾ ടൈം അതിൽ എൻഗേജ്ഡ് ആകും. എന്നെ ഏൽപ്പിച്ച് എൻ്റെ കുടുംബത്തെ ശ്രദ്ധയോടെ പരിപാലിക്കുക, അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അത് തന്നെ ഇഷ്ടപ്പെടുന്നതെങ്കിലോ പിന്നെ മറ്റ് അനാവശ്യ കൂട്ടുകെട്ടുകളുടെ പുറകെ, മറ്റ് ദുശീലങ്ങളുടെ പുറകെ ഞാൻ പോകില്ല. കാരണം അത് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നമുക്ക് പറ്റുന്ന അപകടം എന്താ? ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, വാട്ട് യു മസ്റ്റ് ഡു ഇപ്പുറത്ത്, വാട്ട് യു ആക്ച്വലി ലവ്, നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ അകലം അപകടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവേ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ സ്നേഹിക്കാൻ, അത് തന്നെയാകട്ടെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം.